വെൽക്കം ബാക്ക്. അങ്ങനെ ഓഗസ്റ്റ് 14 നമ്മുടെ കൂലി റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ആർക്കാണ് ശരിക്കും പാളിയത്? നമ്മൾ പ്രേക്ഷകർക്കാണോ അതോ ലോകേഷ് കനകരാജനാണോ? ഇതൊന്നും നിനക്ക് എന്താണ് തോന്നുന്നത്? ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ ബെസ്റ്റ് ടീം, ടെക്നിക്കൽ ടീം, പിന്നീട് ഒരു സോളിഡ് കാസ്റ്റ്, എല്ലാത്തിനും ഉപരി റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ്. ഇത്രയൊക്കെ മതി ഒരു പ്രേക്ഷകന് തിയേറ്ററിലേക്ക് അരച്ച് കയറാനായിട്ട്. പക്ഷേ ഇത്ര ഉണ്ടായിട്ടും എവിടെയാണ് പാളിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റിലായിരിക്കും. അതെ, ലോകേഷിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റാണ്. അത് പാളി കഴിഞ്ഞാൽ തീർന്നു. സ്ക്രിപ്റ്റിന്റെ സൈഡ് വളരെ എന്താ പറയുന്നത്, ഒരു ഒരു ഹൈ മൊമെന്റ്സ് മാത്രമല്ല സിനിമ. പക്ഷെ എന്നിരുന്നാലും ഒരു ഇമ്പാക്ട് കിട്ടിയില്ല. ഇമ്പാക്ട് എവിടെ തിയേറ്ററിൽ തിരിച്ചിറങ്ങുമ്പോൾ നമുക്കുള്ള ഒരു ആത്മസംതൃപ്തി, അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റിയ കുറച്ച് മൊമെന്റ്സ് ഇപ്പൊ നമ്മള് അതേ സിനിമയിൽ ഇല്ലായിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂവി കാണാൻ പോകുന്ന കണക്കല്ല ലോകേഷിന്റെ പടം കാണാൻ. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ഒരു ഹൈ അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് നമ്മൾ പ്രതീക്ഷയായിരിക്കും പോകുന്നത്. അതൊന്നും കിട്ടിയില്ല. സ്ക്രിപ്റ്റിന്റെ സൈഡിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പടം തുടങ്ങി തീരുന്നത് വരെ ഒരേ വീട്ടിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മളെ ഒന്ന് എലിവേറ്റ് ചെയ്യിക്കാനായിട്ട് ഒരു സീൻ പോലും ഇല്ല. ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു സീൻ പോലും ഇല്ല. പുള്ളിയുടെ പഴയ സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏത് മൂവി നോക്കിയാലും എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും, ഏറ്റവും കുറഞ്ഞ ഒരെണ്ണമൊക്കെ അല്ല എന്റെ മുകളിലാണുള്ളത്, പക്ഷെ ഏറ്റവും കുറഞ്ഞ ഒന്നെങ്കിലും പുള്ളി അത് കീപ്പ് ചെയ്തിരിക്കും. നല്ല നമുക്കൊരു ഓർത്തിരിക്കാൻ നല്ല മൊമെന്റ്സ് ആണ്. ഇപ്പോ പുള്ളിയുടെ ബാക്കിയുള്ള ഏത് സിനിമ ബാക്കിലോട്ട് എടുത്താലും അതിനകത്തെല്ലാം നമുക്ക് പറയാനായിട്ട് ഓരോരോ മൊമെന്റ്സ് ആണ്. ഉറപ്പായിട്ടും. പക്ഷെ നമുക്ക് ഈ കൂലിയിൽ അങ്ങനെ ഒരു മൊമെന്റ് കിട്ടിയിട്ടില്ല. അതന്നെ എല്ലാത്തിലും ഉപരി പുള്ളി പറഞ്ഞ കാര്യങ്ങൾ പോലും നമുക്ക് കിട്ടിയില്ല. ഇപ്പോ പലരും പറയും ചിലപ്പോ നമ്മൾ LC എന്നൊരു ഹൈപ്പ് മൈൻഡിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്കൊരു ഇമ്പാക്ട് കിട്ടാൻ ചെയ്യുന്നത്. അതല്ല, LC നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെയും നമുക്ക് നല്ലൊരു ഇമ്പാക്ട് സിനിമയിലില്ല. ഉറപ്പായിട്ടും ഇല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, സ്റ്റാൻഡ് അലോൺ മൂവി ആണെങ്കിലും അഥവാ LCU ആണെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഞാനൊരു ക്ലീൻ മൈൻഡ് സെറ്റോടാണ് പോയത്. ഞാൻ ഒരിക്കലും ഓവർ ഹൈയിലൊന്നും പോയതൊന്നുമല്ല. പക്ഷേ എനിക്കത് സാറ്റിസ്ഫൈ ആയിട്ട് തോന്നിയില്ല. ടോപ്പ് ടു ബോട്ടം ഞാൻ നോക്കുമ്പോൾ വിലയിരുത്തി കഴിയുമ്പോൾ എല്ലാ ആൾക്കാരും അതിനകത്തുള്ള കാസ്റ്റും ക്രൂ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തു. പക്ഷേ സ്ക്രിപ്റ്റ് മോശമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പടം വിജയിക്കില്ല. ഫൗണ്ടേഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കെട്ടിപ്പൊക്കില്ല, അത് നമ്മളൊരു പ്രോപ്പർ രീതിയിലായിരിക്കില്ല പോകുന്നത്. അപ്പൊ അവിടെ തന്നെയാണ് ആദ്യം ഒരു പാളിച്ച പറ്റിയത്. പ്രേക്ഷകർക്ക് പൊതുവെ ഒരു കൂട്ടം വിഭാഗം ആൾക്കാർക്ക് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹൈപ്പ്. അത് വലിയൊരു പ്രശ്നമാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് അത് ബാക്കി തന്നെ സംസാരിക്കില്ല. അത് വേണമെങ്കിൽ ആ വീഡിയോയിൽ ചെക്ക് ചെയ്താൽ മതി. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് എന്താ പറ്റിയത്, ഈ സ്ക്രിപ്റ്റ് നമുക്ക് വർക്കൗട്ട് ആയിട്ടില്ല. സ്ക്രിപ്റ്റിൽ എന്തൊക്കെയോ ഒരു പോരായ്മ പോലും. പൂർണ്ണമായും അത് എന്താ പറയുന്നത്, ഒരു ചിലപ്പോ പറഞ്ഞ സ്പോയിലറായി പോവായിരിക്കും. സ്പോയിലർ എന്നുള്ള രീതി പറഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു ഇമ്പാക്ട് തന്നിട്ടില്ല. അതിലിപ്പോ ക്യാരക്ടർ ഇപ്പോ സൂപ്പർ സ്റ്റാറിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ പോലും പുള്ളിയുടെ റീസെന്റ് ആയിട്ടുള്ള സിനിമകൾ എടുക്കുവാണെങ്കിൽ ഒരു പേട്ട കഴിഞ്ഞിട്ട് ഉള്ളതിൽ വെച്ച് ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജയിലറാണ്. അതെ, കറക്റ്റ് എക്സാമ്പിൾ പറയാം. ഇപ്പോ നെൽസൺ തലവരെ വെച്ച് ഒരു ജയിലർ ചെയ്തു. അതേപോലെ തന്നെ ലോകേഷും തലവരെ വെച്ചൊരു ജയിലർ ചെയ്യാൻ നോക്കിയതാണ്. പാളി. അതാണ് പ്രശ്നം. അതുപോലൊരു സീനൊക്കെ നമ്മുടെ സിനിമയിലുണ്ട്. ഒരു ക്യാമിയോ ഉണ്ട്. പല കാര്യങ്ങളും ജയിലറിലെ ക്ലൈമാക്സിൽ ഉണ്ടാവുന്ന സീനൊക്കെ അതിനെ അനുകൂലിക്കുന്ന അതേ സീനൊക്കെ നമുക്കിവിടെ ഉണ്ട്. പക്ഷേ വലിയൊരു ഇമ്പാക്ട് കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും കിട്ടിയില്ലെന്നതാണ് സത്യം. വലിയൊരു ഇതിനകത്ത് ഏറ്റവും പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആമീർ ഖാനൊക്കെ വരുമ്പോ ഉറപ്പായിട്ട് നമ്മൾ പ്രതീക്ഷിക്കില്ലേ എന്തെങ്കിലും. ആമീർ ഖാൻ എന്ന് പറഞ്ഞൊരു വലിയൊരു സ്റ്റാർ ഈ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളായിട്ട് തന്നെ എന്തെങ്കിലും പ്രതീക്ഷിക്കും. സത്യം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന്. അതിപ്പോ ഹൈപ്പ് ഇല്ലെങ്കിൽ പോലും നമ്മളായിട്ട് അല്ലാതെ തന്നെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ആവും നമ്മുടെ മൈൻഡിൽ. പുള്ളിയുടെ സൈഡിൽ ഇപ്പം ലോകേഷിന്റെ ഒരു സിനിമ കരിയർ നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ സിനിമകളിൽ എല്ലാത്തിലും വില്ലൻ എന്ന് പറയുന്ന അത് ഒരു മെമ്മറബിൾ സാധനമായിരിക്കും. ഓരോ സിനിമ ഇപ്പൊ ഭവാനി ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ റോളക്സ് ആണെങ്കിലും സന്തനമാണെങ്കിലും ഏത് രീതി നോക്കിയാലും അവരെല്ലാം നമ്മൾ ഓർത്തിരിക്കുന്ന ടൈപ്പ് വില്ലന്മാരാണ്. പക്ഷെ ഇതില് മൊത്തം ഒരു കൂടിക്കുഴഞ്ഞു പോയി ഒരു നമുക്ക് പ്രോപ്പറായിട്ട് അലൈൻഡ് ആയിട്ട് കിട്ടിയില്ല. ഒരു പോരായ്മ. സിനിമയിൽ ഉടനീളം റോൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി അത് ക്ലീൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതെ, ഈ പറയുന്ന ഇപ്പം ഉപേന്ദ്രയുടെ കാര്യമാണെങ്കിലും നമ്മളിപ്പോ ജയിലർ സിനിമ കണ്ടപ്പോ അതിനകത്ത് ശിവരാജ് കുമാർ ചെയ്തൊരു ക്യാരക്ടർ ഉണ്ടല്ലോ. അതെ, നൈസ് ഒരു ഇമ്പാക്ട് നമുക്ക് തന്നിട്ട് പോയി. അത് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതേപോലെ തന്നെ കന്നഡയിൽ നിന്ന് റിയൽ സ്റ്റാർ ആയിട്ടുള്ള ഉപേന്ദ്ര വന്ന് ചെയ്ത ക്യാരക്ടർ പുള്ളി ചെയ്തിരിക്കുന്നത് നല്ലൊരു നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ നാഗാർജുന, മൈ പേഴ്സണൽ ഫേവറേറ്റ്. പുള്ളി ഇതിൽ കൊണ്ടുവന്ന സ്വാഗ് ഒരു രക്ഷയില്ലായിരുന്നു. അതിനൊരേ റീസണേ ഉള്ളൂ, അനിരുദ്ധ്. സ്റ്റാർ അനിരുദ്ധ്. പക്ഷെ നാഗാർജുനയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് അവിടെ വലിയൊരു നെഗറ്റീവ് ഷെയ്ഡ് വന്നിട്ടില്ല. നെഗറ്റീവ് ഷെയ്ഡ് ഇൻ ദ സെൻസ് അത് പറഞ്ഞ കറക്റ്റാണ്. കാരണം പുള്ളിയുടെ സൈഡ് ഒരു ആസ് എ വില്ലൻ എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ എനിക്കത് അത്ര ഒരു ഇമ്പാക്ട് ആയിട്ട് തോന്നി. പക്ഷെ പുള്ളിയുടെ സ്വാഗ് അത് പുള്ളി
ത്രൂ ഔട്ട് ദ ക്യാരക്ടർ ഇത് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ഇതിന് സപ്പോർട്ട് കൊടുത്തത് അനിരുദ്ധ് തന്നെയാണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ആമിർ ഖാൻ ക്ലൈമാക്സിൽ വരുന്ന ഒരു മൊമെന്റിലാണെങ്കിലും പുള്ളിയുടെ ഇൻട്രോ കൊള്ളാം, ഇൻട്രോ ബെസ്റ്റ് ആയിരുന്നു. പക്ഷെ പുള്ളി അത് ഫുള്ളി അത് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു ഇൻട്രോയിൽ കൊണ്ടുവന്നൊരു ഇമ്പാക്ട്. പക്ഷെ അതേ സാധനം നമ്മൾ സൈമണിന്റെ കേസ് ആലോചിക്കുമ്പോൾ, നമ്മുടെ ഈ പറയുന്ന നാഗാർജുനയുടെ കേസ് ആലോചിക്കുമ്പോൾ, പുള്ളി ത്രൂ ഔട്ട് ഇൻട്രോ മുതൽ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ എവിടെയാണോ എൻഡ് ചെയ്യുന്നത് ആ ഒരു മൊമെന്റ് വരെ ക്ലീൻ രീതിയിലാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. അമർക്കന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഇൻട്രോ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു കോമഡി ക്യാരക്ടർ രീതിയിലേക്ക് മാറി. കോമഡി ക്യാരക്ടർ എന്നുള്ള രീതിയിൽ മാറുന്നത് പുള്ളി ഇതിനകത്ത് വേണമായിരുന്നു തന്നെ തോന്നിയായിരുന്നു. പുള്ളിയെ ആവശ്യമില്ലായിരുന്നു, പുള്ളിയുടെ ഒരു സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ വെച്ചിട്ട് പുള്ളി ഇതിനകത്ത് ആവശ്യമില്ലായിരുന്നു. പുള്ളി ഇപ്പം ആമിർ ഖാൻ എന്നുള്ള ഒരു ഫാക്ടറോടെ ആണ് ഈ പടത്തിനൊരു ഇത് കിട്ടാനുള്ള ഒരു എന്താ പറയാ പ്രേക്ഷക പ്രീതി കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഒരു ഹൈപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം പടം കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നത് പുള്ളി ഇതിനകത്ത് വേണ്ടിയിരുന്നില്ല. കാര്യം ആ പുള്ളിക്ക് ചെയ്തു വെക്കാനുള്ള ഒരു വലിയൊരു വർക്കിനകത്തൊന്നും ഇല്ലായിരുന്നു. കാര്യം വേറൊരു നോർമൽ ആയിട്ടുള്ള നടൻ ബോളിവുഡിലോ സാധാ ഒരു നടന് ചെയ്തു വെക്കാവുന്ന കേസേ ഉള്ളായിരുന്നു. ഒരു അത്രയ്ക്ക് പുള്ളി ആമിർ ഖാനെ പുള്ളി ഒരു ആളിനെ പിടിച്ച് ഇതിനകത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് എനിക്ക് തോന്നുന്നു പുള്ളി പറഞ്ഞ കറക്റ്റായിരിക്കും. പുള്ളി സ്റ്റോറി കേൾക്കാതായിരിക്കും ഇതിൽ വന്നേക്കുന്നത്. ഇപ്പൊ സൂപ്പർ സ്റ്റാറിന് വേണ്ടിയിട്ട് വന്നതായിരിക്കണം. എനിക്കത് ശരിയായിരിക്കും. ഇപ്പൊ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പുള്ളി പറഞ്ഞ സത്യമാണ്. പുള്ളി കേൾക്കാതാണ് വന്നത്. കറക്റ്റ് ആണ്. നമ്മള് ലോകേഷിന്റെ സിനിമകൾ കണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടുമെന്ന് നമുക്കൊരു പ്രതീക്ഷ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുള്ളി തന്നെ പറഞ്ഞല്ലോ പുള്ളിയുടെ കരിയറിലെ ബെസ്റ്റ് ഇന്റർവൽ ബ്ലോക്ക് ആയിരിക്കും. അതെ, വിഭിന്നം കാണാൻ സാധിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ പറയുവാണെങ്കിൽ പുള്ളി പറഞ്ഞെന്ന് വെച്ചാല് ആ സമയത്ത് എല്ലാവരും സീറ്റിൽ നിന്ന് എഴുന്നേക്കുന്നാണ് പുള്ളി പറഞ്ഞത്. നമ്മളാരും എഴുന്നേറ്റില്ല, തിയേറ്റർ നിശ്ചലമായിരുന്നു. ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് വെള്ളം കുടിക്കാനായിട്ട് ആൾക്കാർ എഴുന്നേറ്റില്ല, അല്ലാതെ ആരും എഴുന്നേറ്റില്ല. ഇത് നിനക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ലോകേഷ് ചെയ്തത് വെച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് ഇന്റർവെൽ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? എന്തിനാണ് ചോദിക്കുന്നത്? ലിയോ പറയാനൊന്നുമില്ല. അതിന് മുകളിൽ ലോകേഷ് ഇതുവരെ ചെയ്തിട്ടില്ല. പുള്ളിയുടെ 6 സിനിമകൾ എടുത്ത് നോക്കിയാലും അതിൽ ഏറ്റവും ബെസ്റ്റ് ലിയോ തന്നെ. ഇന്റർവെൽ പഞ്ച് എന്ന് പറയുന്നത് ലിയോ തന്നെയാണ്. അതിനകത്ത് അതിനോട് അതൊരു ബെഞ്ച് മാർക്കായി കഴിഞ്ഞു. അതിനകത്തൊന്നും നമുക്കൊരു വേറെ ക്രോസ് വെക്കാനായിട്ട് സിനിമ ഇല്ല. പിന്നെ ഇതിനകത്ത് എടുത്തു പറയത്തക്ക ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ അനിരുദ്ധാണ്. അതെ, കാരണം ഈ മൂവിയിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ സിനിമ ഇങ്ങനെ ഡൗൺ ആയി പോകുന്നു എന്നുള്ളൊരു പ്രതീതി വരുമ്പോഴേ പുള്ളിയുടെ മ്യൂസിക് വെച്ച് പുള്ളി ഇത് എലിവേറ്റ് ചെയ്ത് കയറ്റാറുണ്ട്. തീർച്ചയായും അത് പുള്ളിയുടെ ഒരു എന്താ പറയുന്നത് അതൊരു എഫേർട്ട്ലെസ്ലി അത് പണിയെടുത്തിട്ടുണ്ട്. അത് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് ക്ലിയർ ആയിട്ട് തന്നെ പുള്ളി വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതിനകത്തൊന്നും നമുക്കൊരു ഇത് പറയാനില്ല. ഓവറോൾ പറയുകയാണെങ്കിൽ കൂലി അങ്ങനെ ഒരു പൊട്ടപ്പടമൊന്നുമല്ല അല്ലേ? ഒരിക്കലും പൊട്ടപ്പടമല്ല. അതെ, നമ്മളിപ്പോ ലോകേഷിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം പ്രതീക്ഷിച്ചു, അത് നമുക്ക് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞത് നമ്മുടെ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, തമിഴ് ഇൻഡസ്ട്രി ഉണ്ടല്ലോ, പൊട്ടപ്പടമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അമിത പ്രതീക്ഷയൊന്നും വെക്കാതെ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് കൂലി. ആ കാര്യം നമ്മൾ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഒരു ക്ലീൻ മൈൻഡ് സെറ്റോടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കേസേ ഉള്ളൂ. പ്രതീക്ഷിക്കരുത്, അത്രേ ഉള്ളൂ. പ്രതീക്ഷയൊന്നും വെച്ചോണ്ട് പോകരുത്. അമിത പ്രതീക്ഷയൊന്നും വെക്കാതെ നിങ്ങൾ പോയി കാണുവാണെങ്കിൽ നല്ലൊരു മൂവി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഉള്ളതാണല്ലോ ഈ ചാനൽ. അപ്പോൾ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. നമുക്ക് പുതിയൊരു സിനിമയായിട്ട് വീണ്ടും കാണാം. ബൈ.